സെപ്റ്റംബർ 21 ഞായറാഴ്ച. ലൂക്ക 16 1 മുതൽ 13 വരെ വാക്യങ്ങൾ. ഇന്നത്തെ വായനകൾ എന്നെ ഓർമ്മിപ്പിക്കുന്നത് പ്രശസ്തമായ ഒരു ഗ്രീക്ക് പുരാണമാണ്, ദ ഗോൾഡൻ ടച്ച് അഥവാ മീഡാസ് രാജാവിൻ്റെ കഥ. ഒരിക്കൽ മീഡാസ് എന്നു പേരുള്ള ഒരു രാജാവും അദ്ദേഹത്തിൻ്റെ ചെറിയ മകൾ മേരി ഗോൾഡും ജീവിച്ചിരുന്നു. മീഡാസ് രാജാവ് സ്വർണത്തെ എന്തിനേക്കാളും സ്നേഹിക്കുന്നു. എല്ലാ ദിവസവും അദ്ദേഹം തൻ്റെ കൊട്ടാരത്തിൻ്റെ നിലവറയിൽ വളരെ സമയം ചെലവഴിക്കുന്നു. അവിടെയാണ് അദ്ദേഹം തൻ്റെ സ്വർണം സൂക്ഷിക്കുന്നത്. ഒരു ദിവസം ആ നിധിമുറിയിൽ തൻ്റെ സ്വർണം കണ്ട് ആസ്വദിക്കുമ്പോൾ ഒരു അപരിചിതൻ മുറിയിലേക്ക് വരുന്നു. രാജാവിൻ്റെ വലിയ സമ്പത്ത് അദ്ദേഹം ശ്രദ്ധിക്കുന്നു. എന്നിട്ടും അദ്ദേഹം തൃപ്തനല്ലെന്ന് കേട്ട് ആശ്ചര്യപ്പെടുന്നു. എന്താണ് രാജാവിനെ തൃപ്തിപ്പെടുത്തുന്നതെന്ന് അദ്ദേഹം ചോദിക്കുന്നു. മീഡാസ് ഒരു നിമിഷം ചിന്തിച്ചിട്ട് പറഞ്ഞു, ഞാൻ തൊടുന്നതെല്ലാം സ്വർണമായി മാറണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപരിചിതൻ രാജാവിൻ്റെ അഭ്യർത്ഥന നൽകുന്നു, അത് സമ്മതിക്കുന്നു. നാളെ രാവിലെ സൂര്യോദയ സമയത്ത് മീഡാസ് തൊടുന്നതെല്ലാം സ്വർണമാകും എന്ന് പറയുന്നു. അടുത്ത ദിവസം മീഡാസ് എഴുന്നേൽക്കുമ്പോൾ തൻ്റെ കിടക്കവിരി സ്വർണമായി കാണുന്നു. അവൻ സന്തോഷത്തോടെ കിടക്കയിൽ നിന്ന് ചാടി തൻ്റെ മുറിയിലെ വസ്തുക്കളെ സ്പർശിക്കുന്നു. അവ ഓരോന്നും സ്വർണമായി മാറുന്നു. മീഡാസ് ഉടനെ കൊട്ടാരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പോയി അതിനെല്ലാം സ്വർണമായി മാറ്റുന്നു. പൂന്തോട്ടത്തിൽ മനോഹരമായ റോസാപ്പൂക്കൾ പൂത്തുലഞ്ഞിരിക്കുന്ന കണ്ട് അവൻ ഓരോ പൂവും തൊട്ട് അതിനെല്ലാം രൂപാന്തരപ്പെടുത്തി സ്വർണമാക്കി. പിന്നീട് പ്രഭാത ഭക്ഷണത്തിനായി അകത്തേക്ക് പോകുന്നു. കപ്പ് രാജാവിൻ്റെ ചുണ്ടുകളിൽ തൊടുമ്പോൾ അത് ഉരുകിയ സ്വർണമായി മാറുന്നു. വിവിധ ഭക്ഷണങ്ങൾ പരീക്ഷിക്കുന്നു, എന്നാൽ അവയെല്ലാം സ്വർണമായി മാറുന്നു. മീഡാസിന് സങ്കല്പിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും സമ്പന്നമായ പ്രഭാത ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്, പക്ഷെ ഒന്നും കഴിക്കാൻ കഴിയുന്നില്ല. അവളുടെ പിതാവിൻ്റെ അസ്വസ്ഥത കണ്ട് മകൾ മേരി ഗോൾഡ് അവനെ ആശ്വസിപ്പിക്കാൻ ഓടി അവൻ്റെ അടുത്തെത്തുന്നു. അവൻ അവളുടെ തലയെ ചുംബിക്കുന്ന ഉടനെ ആ കൊച്ചുമകൾ ഒരു സ്വർണ്ണ പ്രതിമയായി മാറുന്നു. അവളുടെ സ്വർണ്ണ മുഖഭാവം നോക്കി മീഡാസ് വേദനിക്കുന്നു. അവൾ സ്വർണത്തിന് തുല്യമാണെന്ന് അയാൾ പറയാറുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അതിനേക്കാൾ വളരെ വിലപ്പെട്ടവളാണെന്ന് മനസ്സിലാക്കുന്നു. തൻ്റെ നഷ്ടപ്പെട്ട മകളെക്കുറിച്ച് അയാൾ നിരാശനാകുന്നു. അവളെ തിരികെ കൊണ്ടുവരാൻ ലോകത്തിലെ ഏറ്റവും വലിയ ദരിദ്രനായ മനുഷ്യനാകാൻ പോലും താൻ തയ്യാറാണെന്ന് ആഗ്രഹിക്കുന്നു. മീഡാസ് ഒരു പാഠം പഠിച്ചു കഴിഞ്ഞപ്പോൾ അപരിചിതൻ തിരിച്ചെത്തുന്നു. മീഡാസ് അവനോട് എല്ലാം മുമ്പത്തെ പോലെ തിരികെ നൽകാൻ അപേക്ഷിക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ സമർത്ഥനായ ആ ഒരു മാനേജറുടെ ഉപമയാണ് യേശു പറയുന്നത്, അല്ലെങ്കിൽ കാര്യസ്ഥൻ. ഇത് നമുക്ക് നൽകുന്ന സന്ദേശം, നമുക്ക് ദൈവം നൽകുന്ന വിഭവങ്ങളും സമ്പത്തും വിവേകപൂർവ്വം ഉപയോഗിക്കുന്നതിൻ്റെ പ്രാധാന്യം ഊന്നിപ്പറയുന്നു. നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഭൗതിക അനുഗ്രഹങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനും മറ്റുള്ളവരെ സേവിക്കുന്നതിനും ദൈവരാജ്യം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും നമുക്ക് അവയെ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നും ചിന്തിക്കാൻ ഈ ഉപമ നമ്മെ വെല്ലുവിളിക്കുന്നു. ഈ ഉപമയിലേക്ക് നാം കൂടുതൽ ആഴത്തിലിറങ്ങുമ്പോൾ കാണുന്നത് വിഭവങ്ങളുടെ കാര്യത്തെ ചോദ്യം ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതായിട്ടാണ്. വ്യക്തിപരമായ നേട്ടത്തിനും താൽക്കാലിക സംതൃപ്തിക്കും വേണ്ടി മാത്രമാണോ നാം നമ്മുടെ സമ്പത്ത് ഉപയോഗിക്കുന്നത്, അതോ ശാശ്വത പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ നിക്ഷേപിക്കുകയാണോ? ഭൗതിക നേട്ടങ്ങളിൽ മാത്രമല്ല, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് നിത്യമായ സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കുന്ന തരത്തിൽ സമ്പത്തിനുള്ള നമ്മുടെ സമീപനത്തിൽ കൗശലവും
തന്ത്രപരവുമായിരിക്കാൻ ഈ ഉപമ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. നമ്മുടെ മുൻഗണനകൾ പുനർമൂല്യനിർണ്ണയം ചെയ്യാനും നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന എല്ലാറ്റിൻ്റെയും വിശ്വസ്ത കാര്യസ്ഥരാകാൻ നമുക്ക് എങ്ങനെ കഴിയുമെന്ന് പരിഗണിക്കാനും ഈ ഉപമ ഒരു ഓർമ്മപ്പെടുത്തലായി വർത്തിക്കട്ടെ. ദൈവത്തിന് മഹത്വം നൽകുന്ന വിധത്തിൽ നമ്മുടെ വിഭവങ്ങൾ ഉപയോഗിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഭൂമിയിൽ അവൻ്റെ രാജ്യം മുന്നോട്ട് കൊണ്ടുപോകാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമ്പത്ത് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ നമുക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിൽ അർത്ഥവത്തായ മാറ്റം വരുത്താനും സ്വർഗത്തിൽ ഒരിക്കലും മങ്ങാത്ത നിധി ശേഖരിക്കുവാനും കഴിയട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.